അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മീനും തേങ്ങയും ഇല്ലാണ്ട് വറുത്തരച്ച ഒരു മീൻകറിയുടെ ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ മീൻകറിയിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതായത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ, മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടി ഇട്ടിട്ട് ഇതൊന്ന് കളറ് മാറി വരട്ടെ. നല്ലോണം കറുത്ത് പോവണ്ട. ഇതുപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 4 or 5 വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 പച്ചമുളകും നെറുകെ കീറി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അധികം ആകിപ്പോണ്ട. അപ്പോൾ ഇതുപോലെ അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇതുപോലൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമണം മാറോളം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മീനില്ലാത്തപ്പോൾ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അതിലേക്ക് ഒരു 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മീനും ഒന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. തേങ്ങയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇടയ്ക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചട്ടിയിൽ നിന്നും മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറട്ടെ. ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നീന്ത്രക്കായയാണ് കേട്ടോ. അത് ഞാൻ നുറുക്കി എടുത്തിട്ടുണ്ട്. 1 കായാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞളും ഉപ്പും വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തിരുമ്പി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോവക്ക എടുക്കാം, അല്ലെങ്കിൽ വഴുതനങ്ങ എടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിതാ മുരിങ്ങക്കായാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് മുരിങ്ങക്കായ കൂടി ചേർത്തെടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് വേവാൻ. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ മുരിങ്ങക്കായും കായും ഇതിൽ കടന്നൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1-2 തളയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ മുരിങ്ങക്കായ വെന്ത് കിട്ടും. കായാണ് കേട്ടോ വേവാൻ കുറച്ച് പണി ഉണ്ടാവുക. അപ്പോൾ കായ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. നല്ല ഉടഞ്ഞു പോവണ്ട, എങ്കിലും ഇതുപോലെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതാണ്ടല്ലോ നമ്മുടെ കായൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കുതിർന്നപ്പോൾ തോനെയുള്ള പോലെ തോന്നുകയാണ്. അതൊന്ന് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പുളി അധികമായി പോവണ്ട കേട്ടോ. പിന്നെ പുളി ഒന്നും കൂടി കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് ചോറിനായതുകൊണ്ടാണ് കേട്ടോ അത്രയും പുളി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുന്നില്ലേ, അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സി കഴുകിയ വെള്ളമൊക്കെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇളക്കിയെടുത്തിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പാത്രത്തിൽ കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറി എത്രയുണ്ട് കുറുക്കം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല തിക്കിലും അല്ല, ഇന്ന് അത്യാവശ്യം കുറുക്കത്തിലുമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്.
അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ, ഇതുപോലെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുവോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ കറിയിൽ മസാലയൊക്കെ പച്ചക്കറിയിൽ പിടിച്ച് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റോളം, ഒരു 3-3.5-4 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഫ്ലെയിം ഓഫാക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 ടീസ്പൂൺ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മൾ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.